മറ്റ് വാർത്തകൾ നോക്കാം. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മലമേൽ സ്വദേശി അരുണാണ് മരിച്ചത്. കെട്ടുകുതിരയുടെ അടിയിൽപ്പെട്ടായിരുന്നു അപകടം. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഇതെപ്പോഴായിരുന്നു മരണമുണ്ടായത്? വിവരങ്ങൾ എന്താണ്? അപർണ, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. എടുപ്പുകുതിരയുടെ ചട്ടത്തിനടിയിൽപ്പെട്ട് ഗുരുതരമായിട്ടുള്ള പരിക്കായിരുന്നു അരുണിന് ഏൽക്കേണ്ടി വന്നത്. അരുണ് ഉത്സവം കൂടാനായി നാട്ടിലെത്തിയ ആളാണ്. അപ്പോൾ ഈ ചട്ടത്തിനടിയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അരുണിന് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അപർണ, ഇത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അയാൾ നാട്ടിലെത്തിയതായിരുന്നു. 25 വയസ്സാണ് അരുണിന് പ്രായം. അരുണ് കസ്റ്റഡിയിൽ വിരിക്കുകയായിരുന്നു. 5 ദിവസത്തെ ജീവനാണ് നാട്ടിൽ വന്നത്. ഇന്ന് അയാൾ മടങ്ങിപ്പോകുന്ന ദിവസവും കൂടിയായിരുന്നു. പക്ഷേ നാടിന് വളരെ വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയ ഒരു സാഹചര്യത്തിലേക്കാണ് അപർണായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായത്. മലക്കുട മഹോത്സവമായിരുന്നു അറക്കൽ ക്ഷേത്രത്തിൽ നടന്നത്. വലിയ രീതിയിലുള്ള കെട്ടുകുതിരകൾ എടുത്തുള്ള വലിയ ആഘോഷമാണ്. 3 കരകളിൽ നിന്നുള്ള ആഘോഷമായിരുന്നു. ഈ ആഘോഷത്തിനിടയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് പുറത്തു വരുന്നത്. അപർണ, എസ് വിനേഷാണ്. കെട്ടുകുതിരയുടെ അടിയിൽപ്പെട്ട് ക്ഷേത്രോത്സവത്തിനിടെ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ആശാസമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ചർച്ച ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാകും അനുനയ നീക്കങ്ങളുടെ ഭാഗമായുള്ള ചർച്ച നടക്കുക. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ CATU, INTUC ഭാരവാഹികൾക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ട്. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിച്ചെന്ന് രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ആശാ വർക്കർ. നമ്മള് ഈ 53ാമത്തെ ദിവസം രാപ്പകൽ സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയത്തിന്റെ വിഷയത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിലും ഒരു സെറ്റിൽമെന്റ് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. കാരണം അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടില്ലല്ലോ, അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത്. അത് വളരെ വ്യക്തമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകില്ല എന്നാണോ? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡിന്റെ പുറത്ത് ഗവൺമെന്റ് എത്രയാണെന്ന് പറയട്ടെ, അവിടെയാണത്. അതാണ് വിട്ടുവീഴ്ച. സെക്രട്ടേറിയറ്റ് നടയിൽ തുടർന്ന അനിശ്ചിതകാല സമരം 53ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, മന്ത്രിതല ചർച്ച 3ാം വട്ടമാണ് നടക്കുന്നത്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയിൽ കൂടിയാണ് സമരസമിതി. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയെ കണ്ടതിനു ശേഷം കൂടിയാണ് ആരോഗ്യമന്ത്രി സമരസമിതിയെ കാണുന്നത്. അപ്പോഴും ഈ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നുകൂടി ആവർത്തിക്കുകയാണോ സമരസമിതി? ഏത് തരത്തിലാണ് പ്രതീക്ഷകൾ?